പോലും രക്ഷയില്ലാത്ത അവസ്ഥയാണ് കേരളത്തിൽ. എന്താണ് ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ഒന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഒരു കപ്പായിട്ടുള്ളൊരു ഇരിപ്പുണ്ടല്ലോ, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ് ഈ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ അവരുടെ സുരക്ഷയോടുള്ള അദ്ദേഹത്തിന്റെ ഭയങ്കരമായ താല്പര്യം, ആഘോഷിക്കപ്പെട്ടൊരു താല്പര്യമുണ്ടല്ലോ. നേരത്തെ ഒരു കേസ് വന്നപ്പോൾ ഒരു കപ്പിൽ എഴുതി വെച്ചിട്ട് ആ കപ്പ് നിങ്ങളെല്ലാം മാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടെ അദ്ദേഹം ആ കപ്പിലെ വെള്ളം കുടിക്കുന്നത് കാണിച്ചല്ലോ. എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇക്കാര്യത്തിൽ? മുഖ്യമന്ത്രിയുടെ പോലീസാണ് ഒരു സ്ത്രീ ഫോണിൽ വിളിച്ചിട്ട്, ഒരു മന്ത്രിയുടെ ഭാര്യ ഫോണിൽ വിളിച്ചിട്ട് അവിടെ വന്ന് എന്താണെന്ന് അന്വേഷിക്കാതെ അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് അവരെ കാണാതെ നേരെ അതേ ജീപ്പിൽ തന്നെ തിരിച്ചു പോയത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് കിട്ടാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മറ്റേ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഒരു സ്ത്രീ വിളിച്ചല്ലോ, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ആക്രമിക്കുകയാണ്, മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് അവരുടെ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിക്കുകയാണ്. അവർ ഹെൽപ്പ് എന്ന് പറഞ്ഞ അവര് തന്നെ പറഞ്ഞല്ലോ, വിളിക്കുകയാണ്. അവര് പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഇത് പറയില്ലായിരുന്നു. അവര് വന്ന് പറഞ്ഞല്ലോ, അവർ ഉറക്കെ വിളിക്കുകയാണ്, അവർ പോലീസിനെ വിളിക്കുകയാണ്, പോലീസ് വരികയാണ്. വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചോ? അവരിവരാരെങ്കിലും ആക്രമിച്ചെന്ന് അന്വേഷിച്ചോ? അവർക്ക് പരിക്ക് പറ്റിയെന്ന് അന്വേഷിച്ചോ? അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയ പിന്നെ എന്തു പോലീസാണ്? ഏത് സ്ത്രീക്കാണ് കേരളത്തിൽ ഈ പോലീസിനെ കൊണ്ട് സുരക്ഷ കിട്ടുന്നത്? അല്ലെ മന്ത്രിയുടെ ഭാര്യയാണെന്ന് ഓർത്തിട്ട് പേടിച്ചോടിയതാണ്? എന്താണ് നടന്നത്? മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. എല്ലാത്തിലും ഒരു മൗനമുണ്ട്, മിണ്ടാതിരിക്കല്. ആ മിണ്ടാതിരിക്കൽ ഇക്കാര്യത്തിൽ പറ്റില്ല. കാരണം സ്ത്രീ സുരക്ഷയുടെ ഏറ്റവും ടോപ്പിലുള്ള ആളാന്ന് പറയുന്നത് ആ കപ്പും പിടിച്ച ഇരിപ്പുള്ള ഫോട്ടോയാണ് എന്റെ മനസ്സിൽ ഈ സംഭവം വന്നപ്പോൾ വന്നത്. അപ്പൊ അതെല്ലാം വെറും PR ആയിരുന്നു, പ്രചരണമായിരുന്നു. യഥാർത്ഥത്തിലുള്ള മനസ്സിലിരിപ്പ് ഇതൊന്നും അല്ലായിരുന്നു. അല്ലല്ല, ഇത് വ്യക്തിപരം രാഷ്ട്രീയമാണെന്നും പറയുന്നു. അതെങ്ങനെ രാഷ്ട്രീയമാണ്? അത് UDF ആണെന്നും പറഞ്ഞു. UDFന്റെ പണി ഇതാണ്. അല്ല, UDFന്റെ പണി ഇതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പരാതി പറഞ്ഞത് എങ്ങനെ UDF പറയണതാണെന്ന്? അപ്പൊ UDFന്റെ പണി UDF ചെയ്താണെന്ന്. ഞങ്ങൾ പോയിട്ട് ഗൂഢാലോചന നടത്തി ഇദ്ദേഹത്തിന്റെ ഭാര്യയോട് സംസാരിച്ച് ഇദ്ദേഹത്തിനെതിരായിട്ട് പ്രചരണം നടത്താൻ ഞങ്ങൾ പറഞ്ഞ അങ്ങനെയാണ് മന്ത്രിമാരുടെ ഭാര്യമാരോട് പോയി പറയലാണ് ഞങ്ങളുടെ ജോലി, ഭർത്താവിനെതിരെ പറയാൻ വേണ്ടിയിട്ട്. ഇത് അവരുടെ കുടുംബത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഞങ്ങളിൽ ഒരാള് ഇപ്പോഴാണ് പ്രതികരിക്കുന്നത് അല്ലേ? അവര് വന്ന് പ്രതികരിച്ചതിന് ശേഷമാണ്. അതിനു മുമ്പ് ഓൺലൈനിലും മറ്റതിലും മറിച്ചിലൊക്കെ വന്ന് എന്നോട് പലരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറയില്ല, കാര്യം അറിയാതെ ഒന്നും പറയരുതെന്ന്. കാര്യം അറിയാതെ ആരും ഒന്നും പറയരുതെന്നാണ് എന്നോട് വിളിച്ചു ചോദിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞു. വിവരം അറിയാതെ ഒന്നും പറയരുത്. കാരണം വല്ല എന്താ പ്രശ്നം നമുക്കറിയില്ല. പക്ഷെ അവര് തന്നെ വന്ന് മാധ്യമങ്ങളോട് അവർക്കുണ്ടായ സംഭവങ്ങൾ വിവരിക്കുകയും അവിടെ പോലീസിന്റെ അനാസ്ഥയെ ചൂണ്ടിക്കാണിക്കുകയും, പോലീസ് അവരെ ഒരു സ്ത്രീയെ ഉപേക്ഷിച്ച് പോവാണ്. നിങ്ങളൊന്നത് ആലോചിച്ച് നോക്കിയേ. അവരുടെ പരാതിയുടെ പുറത്ത് വരുന്ന പോലീസ് അവരെ കാണാതെ അവരെ മുറിയിൽ അടച്ചു പൂട്ടിയിട്ട് അവരെ ബലപ്രയോഗം നടത്താണ് ഈ പേഴ്സണൽ സ്റ്റാഫ് മന്ത്രിയുടെ. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ് ഇത്! എന്തൊരു മന്ത്രിസഭയാണ്! നാണമായിട്ട് വയ്യ നമുക്ക് നാണോ? ഇവർക്ക് നാണമില്ലെങ്കിൽ ഞങ്ങൾക്ക് നാണമായിട്ട് വയ്യ ഇത് കണ്ടിട്ട്. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെന്ന് ഇതിപ്പോ ഞാൻ ചോദിച്ചത്, ഞങ്ങള് ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം എടുത്തൊരു നിലപാടുണ്ട് ഉണ്ടല്ലോ. ആ നിലപാടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രി എന്തു പറയുന്നു, എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ്. എന്ന് പറയട്ടെ. ഇപ്പൊ മനസ്സിലായല്ലോ കോൺഗ്രസ് ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം. ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്ന് അവർ തന്നെ പറയുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് നീതി കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ അതല്ലേ ഏറ്റവും പ്രധാനം. ഞാൻ പറയുന്നത് ഞാൻ അവരുടെ നീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും അവരുടെ ആ പരാതിയുടെ പുറത്ത് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? രണ്ടു തരത്തിലുള്ള നടപടി എടുക്കാമല്ലോ. ഞാൻ പറയണ്ടല്ലോ. ഇദ്ദേഹം എന്ത് പറയുന്നു എന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. എന്നിട്ട് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതിനകത്ത്. പ്രത്യേകിച്ച് പറയേണ്ട വിശേഷമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. രാത്രികാലങ്ങൾ സ്വന്തം വീട്ടിൽ രക്ഷയില്ല. സ്വന്തം വീട്ടിലൊരു അനുഭവം ഉണ്ടായിട്ട് സ്ഥിതിയാണ്. പിന്നെയാണ് രാത്രികാലം ഇനി പുറത്തിറങ്ങി നടന്ന ഇവരുടെ ഭരണകാലത്ത് സ്വന്തം വീട്ടിൽ സ്ഥിതിയില്ല. ഇതേ സംഭവങ്ങൾ അദ്ദേഹത്തിന് നേരത്തെ ചോദിച്ചത് ഞാൻ കേട്ടായിരുന്നു. 5000 പ്രണയം, ഇതിനു മുമ്പും ഇതുപോലത്തെ സംഭവങ്ങൾ, സമാനമായ സംഭവങ്ങളെല്ലാം ഉണ്ടായതാണ്. വ്യക്തിപരമായ കാര്യമാണ്. അത് ഒരാൾക്ക് 5000 പ്രണയം ഉണ്ടാകുന്നത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് നമ്മളൊന്നും അതിൽ ഇടപെടാൻ പറ്റില്ല. പക്ഷെ ഇത് വ്യക്തിപരമല്ല, ഇത് സ്ത്രീയുടെ പരാതിയാണ്.
ഒരു സ്ത്രീയുടെ പരാതിയാണ്. ഒരാൾ എത്ര പേരെ പ്രണയിക്കുന്നു, എത്ര പേരുമായിട്ട് ബന്ധപ്പെടുന്നു എന്നൊക്കെ ഉള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യം. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല, ഓരോരുത്തരുടെ സ്വാതന്ത്ര്യവും. പക്ഷേ ഒരു സ്ത്രീയുടെ പരാതിയാണ്. ഒരു സ്ത്രീയെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാണ് ആക്രമിച്ചത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, പോലീസ് ഒന്നും ചെയ്യാതെ അവരുടെ പരാതി പോലും കേൾക്കാതെ അവരെ രക്ഷപ്പെടുത്താതെ അവർ മടങ്ങിപ്പോകുന്നു. അവർ ഓടി പുറത്തിറങ്ങി അവരാണ് രക്ഷപ്പെടുന്നത് സ്വയം. അത് പരിതാപകരമായ ഒരവസ്ഥയാണ്. അദ്ദേഹം പറയട്ടെ, മറുപടി പറയട്ടെ. ശ്രീ പിണറായി വിജയൻ മറുപടി പറയട്ടെ. ഈ വേതന വർധന ആവശ്യപ്പെട്ട് നഴ്സുമാർ വലിയ പ്രക്ഷോഭം നടത്തണം. എന്താണ് അത് ഗവൺമെന്റ് കൂടി മുൻകൈ എടുത്തത് സെറ്റിൽ ചെയ്യണം. കാരണം എത്രയോ ദിവസമായി ഇതിന്റെ നോട്ടീസും കാര്യങ്ങളും ഈ സമരത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. സ്വകാര്യ ആശുപത്രി, ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ സമരം നടത്തിയിട്ട് തീർക്കാനുള്ള സർക്കാർ, മനസ്സിലായോ? സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരും ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർമാരും എല്ലാവരും കൂടി സമരം ചെയ്താൽ നമ്മൾ എങ്ങോട്ട് പോവും? അപ്പൊ അത് ഗവൺമെന്റാണ്, ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് തോന്നണം ജനങ്ങൾക്ക്. ഗവൺമെന്റ് മുൻകൈയെടുത്ത് അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ടും ഇവരുടെ സംഘടനാ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചത് സെറ്റിൽ ചെയ്യണം. അത് ഇപ്പോഴല്ല, നേരത്തെ ഈ സമരം പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് മുൻകൈ എടുക്കണം. ഗവൺമെന്റിന് അതിനകത്ത് റോളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള റോള് ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര. ഇപ്പൊ ഡോക്ടർമാര് സമരം നടത്തി, അവരങ്ങോട്ട് സമരം നടത്തിയപ്പോ ചർച്ച ചെയ്യാൻ ആളില്ല. പിന്നെ എന്തിനാ ഗവൺമെന്റ്, എന്തിനാണ് കേരളത്തിൽ, എന്തിനാണ് ഗവൺമെന്റ്? ഇപ്പൊ പ്രൈവറ്റ് ആശുപത്രികളിൽ വ്യാപകമായി നഴ്സുമാര് സമരം ചെയ്യുന്നു. ഒരു സർക്കാർ വേണ്ടേ? എത്രയോ പേഷ്യൻസ് ആണ് അത് കിടക്കുന്നത്, എത്ര പേര് സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ആളുകൾ, പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡിൽ കിടക്കുന്ന ആളുകൾ, എത്രയോ ദിവസമായിട്ട് ഈ സമരത്തിന്റെ അന്തരീക്ഷം നിലനിൽക്കുന്നു. അപ്പൊ അത് സംസാരിക്കണ്ടേ? നഴ്സസിന്റെ അസോസിയേഷന്റെ പ്രതിനിധികളും പ്രൈവറ്റ് മാനേജ്മെന്റുമായിട്ട് ഞങ്ങളല്ലല്ലോ സംസാരിക്കേണ്ടത്, ഗവൺമെന്റ് സംസാരിക്കണ്ടേ, ആരോഗ്യവകുപ്പ് സംസാരിക്കണ്ടേ? സമരം ചെയ്തവരെ മാനേജ്മെന്റ് പിരിച്ചുവിട്ട സംഭവം അല്ല, അതെല്ലാം ചർച്ച ചെയ്ത് തീർക്കേണ്ടതാണ്. സമരം ചെയ്തതിന് പിരിച്ചുവിടാനൊന്നും പാടില്ല. സമരം ചെയ്യാനുള്ള കാര്യവും അതിന്റെ വിഷയങ്ങളും അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഗവൺമെന്റ് അതിന്റെ അകത്ത് മീഡിയേറ്റ് ചെയ്യണം. പ്രൈവറ്റ് ആശുപത്രി മാനേജ്മെന്റും ഈ നഴ്സസ് അസോസിയേഷനുമായിട്ട് അവരുടെ സംഘടനകളുമായിട്ട് നെഗോഷിയേറ്റ്. അതിനല്ലേ സർക്കാർ. എവിടെ പോയി സർക്കാർ? അതാണ് എന്റെ ചോദ്യം. മറ്റൊരു കാര്യം, ഒരു നാട്ടികയിൽ സിസി മൂന്നിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ UDF സംസാരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. ഞാൻ നല്ല വ്യക്തിത്വമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതൊക്കെ അദ്ദേഹമായിട്ട് എല്ലാവരും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല മനുഷ്യനാണ്, എന്ന സംശയം. നല്ല ആളാണ്, വളരെ നല്ല ജനകീയനായിട്ടുള്ള ഒരാളാണ്, അല്ലേ? അത് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കും. ഇത് ഇപ്പൊ ഞാൻ വിസ്മയം എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ ഒരു ചിരി ഉണ്ടായിരുന്നു, എന്ത് വിസ്മയം എന്നുള്ളത്. എത്ര വിസ്മയങ്ങൾ വരുന്നു, ഇനിയുണ്ട്. ഇത് ഈ നാട്ടികയില് മാത്രമല്ലെന്ന് ഒരുപാട് സ്ഥലത്തുണ്ടെന്ന്. മുകുന്ദൻ കൃത്യമായി വിസ്മയത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ഇനിയും മുകുന്ദനെ പോലുള്ള വിസ്മയങ്ങൾ ഇനിയുണ്ട്. അല്ല, അതൊക്കെ നമുക്ക് ആലോചിക്കാന്നേ. അതൊക്കെ നമ്മൾ സംഘടനാപരമായി UDF നേതാക്കളെല്ലാം ആലോചിച്ചിട്ടല്ലേ അതിന്റെ തീരുമാനം എടുക്കുന്നത്. അല്ല, UDF നേതാക്കളുമായിട്ട് അവരെല്ലാവരും ബന്ധപ്പെടുന്നുണ്ടെന്നേ, പലതരത്തില് ബന്ധപ്പെടുന്നുണ്ട്. ഞാനതല്ലേ പറഞ്ഞു, ഒരു CC മുകുന്ദനിൽ തീരില്ല. പിന്നെ കൊല്ലത്ത് തുടങ്ങി ഇപ്പം തൃശ്ശൂരെത്തി. അല്ല, കൊട്ടാരക്കര വന്നല്ലോ, ഇപ്പൊ തൃശ്ശൂരെത്തിയല്ലോ, പാലക്കാട് വന്നല്ലോ. അപ്പൊ ഇനി എത്ര സ്ഥലങ്ങളിലുണ്ട്? ഇനി 2-3 ആയല്ലോ ഇപ്പൊ തന്നെ. ശശിയും UDF സ്ഥാനാർത്ഥിയാവും. അത് ഞാൻ ഇവരെ ആരും സ്ഥാനാർത്ഥിയാണ് അല്ലല്ലോ പറഞ്ഞു. സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചിട്ടില്ല. എന്റെ സ്ഥാനാർത്ഥിത്വം പോലും തീരുമാനിച്ചിട്ടില്ല UDF-ൽ. ഞാൻ UDF പാർലമെന്ററി ചെയർമാൻ, UDF ചെയർമാൻ എന്റെ സീറ്റ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഇവരൊക്കെ എങ്ങനെ തീരുമാനിക്കണം? അത് ഒരു സിറ്റിംഗ് MLA-മാരുടെ തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ ചർച്ച വരുള്ളൂ. ഞാൻ പറഞ്ഞിപ്പോ 3 ആയില്ലേ, 3 വിസ്മയായില്ലേ, ഇനിയുണ്ടാവും. അതൊക്കെ ഇന്നും നാളെയായിട്ട് തീരും.